മത്തി ഇഷ്ടമല്ലാത്തവരാരുണ്ടാവുക അല്ലേ? നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല എരിവും പുളിയും. നിങ്ങളിത് ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കുറച്ച് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. ഫ്ലെയിം ഇപ്പൊ തന്നെ ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടില്ലേ? അപ്പം ഇനി എന്ത് ചെയ്യാം? ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും 5 വെളുത്തുള്ളി ചതച്ചതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ മീനിനെ വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം മത്തിയൊക്കെ വെന്ത് ഒരു സൈഡിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പം ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ പുളിയും എരിവും ഒക്കെ നല്ല അടിപൊളി സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ആ ഒരു വെളുത്തുള്ളിയുടെയും മസാലയുടെയും പുളിയുടെയും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.